ഹലോ. അയ്യോ ഇപ്പോഴൊന്നും വിളിക്കരുതേ, വീട്ടിൽ 4 ചുറ്റവും പുലിയാ, പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. ആര്? ചേട്ടനാ? ചേട്ടനെ അവിടെ പുലിയെ കൊല്ലാൻ വേണ്ടി എന്തൊരു സംഭവം ഉണ്ടാക്കുക. എല്ലാം നടക്കുമോ എന്തോ. ആ ശരി ശരി ശരി, ഞാൻ വയ്ക്കാം. ഈ നശിച്ച പുലിയെ കാരണം പുറത്തോട്ട് ഇറങ്ങാൻ വയ്യല്ല. ഇങ്ങനെ അവിടെ എന്തോ എടുക്കുവാ. ആ അതാ വരുന്നുണ്ട്. ഇത് കണ്ടോടി, ഇതാണ് ഇരട്ടക്കുഴൽ തുപ്പാക്കി. തുപ്പി നോക്കാണെങ്കിൽ കോളാമ്പി ഉണ്ടായിരുന്നല്ലോ. കോളാമ്പിയാ? ഇടി തോക്ക്. പുലി വരട്ട് അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. അയ്യോ എന്റെ ദൈവമേ, എന്റെ സ്വർണങ്ങളെല്ലാം വിറ്റിട്ട് ഇങ്ങനെ പുലി കാണിക്കാൻ വേണ്ടിയാണോ ഈ കോപ്പുണ്ടാക്കിയത്? അയ്യോ ഈ കോപ്പ്, ഇത് തോക്കാടി. ഇത് വെച്ച് നമുക്ക് പുലിയെ കൊല്ലാന്ന്. അങ്ങനെ പറ. വരട്ട് പുലി വരട്ട്. ചേട്ടാ ചേട്ടാ നോക്ക് 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 ചേട്ടാ. അയ്യോ അയ്യോ ദേ ഒരു പുള്ളിമാൻ. പുള്ളിമാനാ? അത് പുള്ളിമാനൊന്നും അല്ല. പിന്നെ ഞാൻ ഈ തോക്ക് പെയിന്റ് ചെയ്തപ്പോ ബ്രഷ് കൊടുത്ത് ആടിന്റെ വലുത്ത് വീണാടി. പുള്ളിമാനൊന്നും അല്ല. ഇവളെ ഒരു കാര്യം. ചേട്ടാ എന്നാ എനിക്കൊരു സംശയം ചേട്ടാ. പുലി 4 ചുറ്റും പുലി നിൽക്കുമ്പോഴാണ് അവളെ ഒരു സംശയം. ആ ചോയില്. ഈ നാട്ടില് കുറെ കടിക്കുന്ന പട്ടിയില്ലേ? ഒരെണ്ണം എന്റെ വീട്ടിലുണ്ട്. നീ പറ. ഒന്നുമില്ല, നീ പറ. ഈ കടിക്കാൻ വരുന്ന പട്ടിയില്ലേ, അത് നമ്മൾ കുറച്ച് ഭക്ഷണം അങ്ങ് ഇട്ട് കൊടുത്താ ആ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിങ്ങനെ കണ്ടിങ്ങനെ വാലാട്ടൂലേ? ഏത് കടിക്കണ പട്ടിക്ക് കുറച്ച് ഭക്ഷണം ഇട്ട് കൊടുത്താലും അത് വാലാട്ടും. ഇതാണോ നിന്റെ ഡൗട്ട്? എനിക്കൊരു ഐഡിയ. നിന്റെ ഐഡിയ അല്ലേ, പറ എന്തായാലും. ഈ കടിക്കാൻ വരുന്ന പുലിയില്ലേ, നമ്മൾ അതിന് കുറച്ച് ഇറച്ചി അങ്ങ് ഇട്ട് കൊടുത്താ നമ്മളുടെ ഇറച്ചി കഴിച്ചിട്ട് അത് നമ്മളെ കണ്ടിങ്ങനെ വാലാട്ടൂലേ? എന്താന്ന്? പുലി പുലി വാല് വാല് ആട്ടും. വെച്ചെന്നുണ്ടല്ലോ പെണ്ണെ. എടി കടിക്കണ കയ്യില് അത് കടിച്ചിട്ട് ആ കസേര പോയിരുന്നു അത് കാലാട്ടും, അല്ലാതെ വാലാട്ടൂല. അവളും കൊണ്ടുള്ള ഒരു ബുദ്ധി. അയ്യോ ചേട്ടാ, നീ പുലി ഗർജിക്കുന്നു, പുലി ഗർജിക്കുന്നു. എടി അത് പുലിയല്ല, നിന്റെ അനിയ രവി അവിടെ നിന്ന് ഛർദിക്കുന്ന. അവന്റെ അടുത്ത് പലവട്ടം പറഞ്ഞോണ്ട് കുടിച്ചോണ്ട് വീട്ടിൽ കയറരുതെന്ന്. നോയിക്കോ, ഇന്ന് അവനെ പുലി വെട്ടിക്കൊണ്ട് പോത്തേ ഉള്ളൂ. നോയിക്കോ. അയ്യോ എന്റെ ദൈവമേ, അവൻ തിരിച്ചോണ്ടിരിക്കുന്ന തലയെങ്കിലും ബാക്കി വെച്ചിരിക്കണേ. ഇപ്പൊ ഇരിക്കും. ഈ നശിച്ച പുലിയെ കാരണം എനിക്ക് വയ്യടി. സിംഹവും വല്ലതും ആയിരുന്നു ഞാൻ ഒരു കൈ നോക്കിയേനെ. എന്ത് ചേട്ടാ, സിംഹം ചേട്ടന് കടിക്കില്ലേ? സിംഹനൊന്നും ചേർത്തുന്നില്ലടി. അതെന്താ? എടി നിനക്ക് അറിഞ്ഞൂടി, എനിക്ക് ലയൺസ് ക്ലബിൽ മെമ്പർഷിപ്പ് ഉണ്ടടി. ഇവക്ക് അതൊന്നും അറിഞ്ഞൂടാ, സില്ലി ഫെല്ല. അയ്യോ കറണ്ട് പോയി. തോക്കടേ, പുലി എപ്പോഴെങ്കിലും ഇറങ്ങി വരേ ഉള്ളൂ. ഇപ്പം നോയിക്കൂടി, സൂക്ഷിക്കണേ. ചേട്ടാ ചേട്ടാ വിഷമിക്കണ്ട, ആരോ 2 LED ബൾബ് കളിച്ചോണ്ട് വരുവാ. ആരാന്തോ LED ബൾബ് എത്തിക്കാനാ? എന്റെ പൊന്നച്ചോനെ, പുലിയുടെ കണ്ണാടി. പിന്നെ നിന്നെ കടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല പുലി. അതിന്റെ എല്ല് തൊണ്ടേ കുരുങ്ങി അത് ചാവാൻ പുലി വല്ല റിസ്ക് കൊടുക്കൂടി. നീ പോയേ. ഏതായാലും നീ ഇങ്ങോട്ട് വാ. നീ വാ. ഇതാണ് ഇരട്ടക്കുഴൽ തുപ്പാക്കി. ഇനി ഇത് വെച്ച് വേണം നീ പുറത്തോട്ടൊക്കെ പോവാൻ. ഇടി നിനക്കൊരു കാര്യം അറിയോ? എന്തോന്ന്? ഇടി 4 കുഴ തോക്കുകൊണ്ട് ഞാൻ 8 ആനയെ വകവരുത്തിയിട്ടുണ്ട്. 8 കുഴ തോക്കുകൊണ്ട് ഞാൻ 16 ആനയെ വകവരുത്തിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല 16 കുഴ തോക്കിട്ട് ഞാൻ ആന, എലിയും പുലിയും വെടിയും എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ വെടിക്കാരനടി ഞാൻ. നിനക്കറിയോ? എനിക്ക് വെടിക്കാരന്റെ തോക്ക് വേണ്ട. അതെന്താടി നിനക്ക് വെടി വെക്കത്തോ? തോക്ക് വേണ്ട. എടി എന്താണ് നിനക്ക് തോക്ക് വേണ്ടാത്തത്? എന്റെ കുഞ്ഞു ചേട്ടാ, ഈ തോക്കിന്ന് വരുന്ന വെടിക്കാളും ചേട്ടന്റെ വായിന്ന് വരുന്നതാണ് ഏറ്റവും വലിയ വെടി. പിന്നെ എന്തിനാ ഈ തോക്ക്?